പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. തിരൂർ തെക്കൻ കുറ്റൂരിൽ തെരുവ് നായയുടെ ആക്രമണത്തിൽ 3 കുട്ടികൾക്ക് പരിക്ക്. കുട്ടികളെ തിരൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മങ്കട ഗവൺമെന്റ് ഹൈസ്കൂളിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കെട്ടിടം പൊളിച്ചുമാറ്റാൻ നീക്കം. പദ്ധതി സർക്കാർ ചെലവിൽ ഓഡിറ്റോറിയം നിർമ്മിക്കാൻ. കെട്ടിടം സംരക്ഷിക്കണമെന്ന ആവശ്യവുമായി ചരിത്രകാരന്മാർ. കേരള ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൽ ജനകീയ മത്സ്യകൃഷിക്ക് തുടക്കമായി. കർഷകർക്ക് സൗജന്യ കാർപ്പ് മത്സ്യക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്ത് ഫിഷറീസ് വകുപ്പ്. 100ഓളം കേസുകളിൽ പ്രതിയായ അന്തർ സംസ്ഥാന മോഷ്ടാക്കൾ മലപ്പുറം പോലീസിന്റെ പിടിയിലായത് മലപ്പുറം മക്കരപ്പറമ്പ് വറ്റല്ലൂർ സ്വദേശികളായ അബ്ദുൽ ലത്തീഫും അബ്ദുൽ കരീമും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. പ്ലാറ്റ്ഫോമിൽ മേൽക്കൂരകൾക്കായുള്ള പ്രവർത്തികൾ ഉൾപ്പെടെയാണ് പുരോഗമിക്കുന്നത്. ഇന്ന് വിജയദശമി. കേരളത്തിൽ വിദ്യാരംഭം കുറിച്ച് 10,000-കണക്കിന് കുരുന്നുകൾ. ഭാഷാപിതാവിന്റെ മണ്ണിൽ കുരുന്നുകളുടെ ഹരിശ്രീ കുറിച്ചത് സാഹിത്യകാരന്മാരും എഴുത്താശാന്മാരും. വാർത്തകൾ വിശദമായി. മലപ്പുറം ജില്ലയിലെ തിരൂർ തെക്കൻ കുറ്റൂരിൽ തെരുവ് നായയുടെ ആക്രമണത്തിൽ 3 കുട്ടികൾക്ക് പരിക്ക് പറ്റി. വീടിന് സമീപം കളിച്ചുകൊണ്ടിരുന്ന കുട്ടികൾക്ക് നേരെ തെരുവ് നായയുടെ ആക്രമണം ഉണ്ടായത്. രാവിലെ 8 മണിയോടെ വീടിന് സമീപത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന സൗത്ത് പല്ലർ സ്വദേശി ഷെരീഫിന്റെ മകൻ 4 വയസ്സുകാരൻ മുഹമ്മദ് റയാന് നേരെയാണ് ആദ്യം നായയുടെ ആക്രമണമുണ്ടാകുന്നത്. കുട്ടിയുടെ കാലിന് പരിക്ക് പറ്റിയിട്ടുണ്ട്. 9 മണിയോടെ തെക്കൻകൂറ്റൻ സ്വദേശി കല്ലുമൊട്ടയ്ക്കൽ മുഹമ്മദ് ഷാഫിയുടെ മകൻ 4 വയസ്സുകാരൻ മുഹമ്മദ് അർഷുവിന് നേരെയും ആക്രമണമുണ്ടായി. തുടർന്ന് 11 മണിയോടെയാണ് തെക്കൻകൂറ്റൻ സ്വദേശി മുസ്തഫയുടെ മകൻ മുഹമ്മദ് ഫാരിസ് എന്ന 8 വയസ്സുകാരന് നേരെ തെരുവ് നായയുടെ ആക്രമണമുണ്ടാകുന്നത്. കുട്ടിയുടെ ചുണ്ടിനും മൂക്കിനും കാലിനും പരിക്ക് പറ്റിയിട്ടുണ്ട്. കുട്ടികളെ തിരൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രദേശത്ത് തെരുവ് നായ ശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മീഡിയ പ്ലസ്. ഒക്ടോബർ 29 നടക്കുന്ന കൊണ്ടോട്ടി നിയോജക മണ്ഡലം സമ്മേളനം നവംബർ 11, 12 തീയതികളിൽ നടക്കുന്ന INTUC ജില്ലാ സമ്മേളനം എന്നിവ വിജയിപ്പിക്കുന്നതിനോടനുബന്ധിച്ച് MP അബ്ദുള്ള സ്മാരക ഹാളിൽ INTUC കൺവെൻഷൻ സംഘടിപ്പിച്ചു. DCC മുൻ ജനറൽ സെക്രട്ടറി KMA റഹ്മാൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഒക്ടോബർ 29 നടക്കുന്ന കൊണ്ടോട്ടി നിയോജക മണ്ഡലം സമ്മേളനം നവംബർ 11, 12 തീയതികളിൽ നടക്കുന്ന INTUC ജില്ലാ സമ്മേളനം എന്നിവ വിജയിപ്പിക്കുന്നതിനോടനുബന്ധിച്ച് MP അബ്ദുള്ള സ്മാരക ഹാളിൽ INTUC കൺവെൻഷൻ സംഘടിപ്പിച്ചു. DCC മുൻ ജനറൽ സെക്രട്ടറി KMA റഹ്മാൻ ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ INTUC വാഴക്കാട് മണ്ഡലം പ്രസിഡന്റ് UK മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു. INTUC കൊണ്ടോട്ടി നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി സുബ്രഹ്മണ്യം മാസ്റ്റർ മുഖ്യപ്രസംഗം നടത്തി. വാഴക്കാട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ജൈസൽ എളമരം, മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ആലുങ്ങൽ ആമിന, ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി O വിശ്വനാഥൻ എന്നിവർ സംസാരിച്ചു. ബാബു ഇടക്കണ്ടി സ്വാഗതം അറിയിച്ച പരിപാടിയിൽ വാസു വെട്ടത്തൂർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മീഡിയ പ്ലസ്. കേരള ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൽ ജനകീയ മത്സ്യകൃഷിക്ക് തുടക്കമായി. കർഷകർക്ക് സൗജന്യ കാർപ്പ് മത്സ്യക്കുഞ്ഞ് നൽകിയ പരിപാടി കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസൽ കൊടിയത്തൂർ ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് മെമ്പർമാർ മുഖേന അപേക്ഷ നൽകിയ 36 കർഷകർക്കായി 14,100 മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് വിതരണം ചെയ്തത്. കൂടാതെ പൊതുകുളങ്ങളായ മാട്ടുമുറി, കണ്ണാപ്പറമ്പ്, മുണ്ടോട്ട് കുളങ്ങര എന്നിവിടങ്ങളിലും മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുകയും ചെയ്തു. TVS മോട്ടോർ കമ്പനി പുതുതായി ഇറക്കുന്ന അപ്പാച്ചെ RTR 310 മോട്ടോർ സൈക്കിൾ കാടാമ്പുഴ ഭഗവതി ക്ഷേത്രത്തിലേക്ക് TVS മോട്ടോർ കമ്പനിയുടെ പ്രസിഡന്റ് KN രാധാകൃഷ്ണൻ സമർപ്പിച്ചു. എക്സിക്യൂട്ടീവ് ഓഫീസർ T ബിനേഷ് കുമാർ താക്കോൽ ഏറ്റുവാങ്ങി. ക്ഷേത്ര ജീവനക്കാർ ചടങ്ങിൽ സംബന്ധിച്ചു. വാഴക്കാട് പഞ്ചായത്ത് ചെറുവായൂരിൽ സദക്ക് വിയതുന്നിസ്വ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. പരിപാടി വാഴക്കാട് പഞ്ചായത്ത് വനിതാ ലീഗ് പ്രസിഡന്റ് ഫാത്തിമ മണ്ണറോഡ് ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് പ്രവർത്തകൻ TP അഷ്റഫ് മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് വനിതാ ലീഗ് വൈസ് പ്രസിഡന്റ് ഷാഹിന KP അധ്യക്ഷത വഹിച്ചു.
70 വയസ്സായ വനിതകളെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് സംഘടിപ്പിച്ച മയ്യത്ത് പരിപാലന ക്ലാസ് ആക്കോട് വിരിപ്പാടം ദാഇയ സെന്ററിലെ വിദ്യാർത്ഥികൾ നേതൃത്വം നൽകി. വാർഡ് സെക്രട്ടറി ആയിഷ ബി ചെറുവായൂർ, റംല റസാഖ്, സുഹറ, നസീമ തുടങ്ങിയവർ സംസാരിച്ചു. സുഹൈമ, ആമിന, ഉമൈബാൻ, ഖദീജ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. പണിക്കരപ്പുറായ വട്ടപ്പാറ അരയം കണ്ടത്തിൽ നടപ്പാത ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ കൂടിയായ വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CV സക്കറിയയാണ് ഉദ്ഘാടനം ചെയ്തത്. ബഷീർ മാസ്റ്റർ, KT ഷിഹാബ് മാസ്റ്റർ, അലി VK, ഹാരിസ് വലിയ വീട്ടിൽ, അശോകൻ, അൽ ജമാൽ നാസർ, മുസ്തഫ വട്ടപ്പാറ, ആലിക്കുട്ടി, സിദ്ദീഖ് KM തുടങ്ങിയവർ പങ്കെടുത്തു. അന്തർ സംസ്ഥാന മോഷ്ടാക്കൾ അബ്ദുൽ ലത്തീഫും അബ്ദുൽ കരീമും മലപ്പുറം കോട്ടക്കൽ പോലീസിന്റെ പിടിയിലായി. സംസ്ഥാനത്തുടനീളം വാഹനങ്ങളിൽ കറങ്ങി നടന്ന് മോഷണം നടത്തുന്ന 100ഓളം കേസുകളിൽ പ്രതികളാണ് ഇവർ. മോഷ്ടിച്ച വാഹനം പോലീസ് കണ്ടെടുത്തു. പിടിക്കപ്പെട്ടത് പൂജാ അവധികളിൽ മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ വൻ കവർച്ചകൾ പ്ലാൻ ചെയ്തിരുന്നവർ എന്ന് നിഗമനം. കഴിഞ്ഞ ദിവസം കോട്ടക്കൽ മൂലപ്പറമ്പ് വീട്ടുകാർ പുറത്തുപോയ സമയത്ത് വീടിന്റെ വാതിൽ തകർത്ത് 11 പവനും 76,000 രൂപയും സ്കൂട്ടറും മോഷ്ടിച്ച കേസിൽ അന്തർ സംസ്ഥാന മോഷ്ടാക്കളെ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി S. സുജിത് ദാസ്, IPSന്റെ നിർദ്ദേശാനുസരണം DYSP അബ്ദുൽ ബഷീർ കോട്ടക്കൽ, CI അശ്വത് എന്നിവരുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. നിരവധി കവർച്ചാ കേസുകളിലെ പ്രതികളായ മലപ്പുറം മക്കരപ്പറമ്പ് വറ്റല്ലൂർ സ്വദേശികളായ പുളിയമാടത്തിൽ വീട്ടിൽ അബ്ദുൽ ലത്തീഫ്, കളത്തോടൻ വീട്ടിൽ അബ്ദുൽ കരീം എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. അന്ന് പുലർച്ചെയാണ് കോട്ടക്കൽ മൂലപ്പറമ്പുള്ള പരാതിക്കാരന്റെ വീടിന്റെ മുൻവാതിലിന്റെ പൂട്ട് തകർത്ത് മോഷണം നടന്നത്. തുടർന്ന് കോട്ടക്കൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയും കേസിന്റെ ഗൗരവം കണക്കിലെടുത്ത് ജില്ലാ പോലീസ് മേധാവി S. സുജിത് ദാസ്, IPSന്റെ നിർദ്ദേശപ്രകാരം DYSP അബ്ദുൽ ബഷീർ കോട്ടക്കൽ, CI അശ്വത്, മലപ്പുറം ഡാൻസ് ഓഫ് സ്ക്വാഡ് എന്നിവരെ ഉൾപ്പെടുത്തി പ്രത്യേക സംഘം രൂപീകരിച്ച് സംഭവസ്ഥലത്തും പരിസരങ്ങളിലും അന്വേഷണം നടത്തി. ആളില്ലാത്ത വീടുകൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന സംഘത്തെക്കുറിച്ച് സൂചന ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പൂജാവധി ആയതിനാൽ ആളില്ലാത്ത വീടുകൾ നോക്കി പുതിയ കവർച്ച പ്ലാൻ ചെയ്യുന്ന സമയത്താണ് മഞ്ചേരി മാര്യാടുള്ള വാടക ക്വാർട്ടേഴ്സിൽ നിന്ന് പ്രതികൾ കോട്ടക്കൽ പോലീസിന്റെ പിടിയിലായത്. കോട്ടക്കൽ ഇൻസ്പെക്ടർ അശ്വത്, SI ശിവദാസൻ, ASI രാംദാസ്, സിവിൽ പോലീസ് ഓഫീസർമാരായ ബിജു അലക്സ്, വിജേഷ്, ജിനേഷ്, പ്രത്യേക അന്വേഷണ സംഘങ്ങളായ ദിനേഷ് ഇരുപ്പുകണ്ടൻ, സലീം പൂവത്തി, K. ജസീർ, R. ഷഹേഷ് എന്നിവരാണ് പ്രതികളെ പിടികൂടി അന്വേഷണം നടത്തുന്നത്. ന്യൂസ് ഡെസ്ക് മീഡിയ പ്ലസ്. മലപ്പുറം ജില്ലാ പൈതൃക മ്യൂസിയം ഉദ്ഘാടനത്തിനൊരുങ്ങി. ബ്രിട്ടീഷ് ഭരണകാലത്ത് അവരുടെ ആസ്ഥാനമായിരുന്ന ചെമ്മാട്ടെ ഹജൂർ കച്ചേരിയിലാണ് പുരാവസ്തുവകുപ്പ് ജില്ലാ പൈതൃക മ്യൂസിയം ഒരുക്കിയത്. 1 മണിക്കൂറിലേറെ സമയം ചെലവഴിക്കാവുന്ന തരത്തിലാണ് മ്യൂസിയത്തിന്റെ സജ്ജീകരണം. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയുള്ള ഡിജിറ്റൽ ചുമരുകൾ തയ്യാറാക്കി സന്ദർശകർക്ക് വിവരങ്ങൾ നൽകുന്നതിനുള്ള സംവിധാനം ഒരുക്കുന്നുണ്ട്. പുൽപ്പറ്റ ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം സമാപിച്ചു. കേരള സംസ്ഥാന യുവജന ക്ഷേമ ബോർഡ് പുൽപ്പറ്റ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഒക്ടോബർ 15 മുതൽ ആരംഭിച്ച കേരളോത്സവം പരിപാടികൾക്ക് ഇന്ന് തിരശ്ശീല വീണു. ആർട്സ് മത്സരങ്ങളോടെയാണ് സമാപനം. നാടൻപാട്ട്, മോണോ ആക്ട്, മാപ്പിളപ്പാട്ട് തുടങ്ങിയ നിരവധി കലാപ്രകടനങ്ങൾ മത്സരങ്ങളിൽ മാറ്റുരച്ചു. പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിന്ന് അനേകം പേർ കലാപ്രകടനങ്ങൾ കാഴ്ചവെച്ചു. AUPS തോട്ടേക്കാട് വെച്ചാണ് സമാപന മത്സരങ്ങൾ നടന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് PC അബ്ദുറഹ്മാൻ, ആരോഗ്യ വിദ്യാഭ്യാസ ചെയർമാൻ ഷൗക്കത്ത് അലി വളച്ചട്ടിയിൽ, വാർഡ് മെമ്പർമാർ, സ്കൂൾ PTA അംഗങ്ങൾ, സ്കൂൾ പ്രിൻസിപ്പൽ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. മലപ്പുറം മങ്കട ഗവൺമെന്റ് ഹൈസ്കൂളിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കെട്ടിടം പൊളിച്ചു മാറ്റാൻ നീക്കം. സർക്കാർ ചെലവിൽ ഓഡിറ്റോറിയം നിർമ്മിക്കാനാണ് കെട്ടിടം പൊളിക്കുന്നത് എന്നാണ് അധികൃതർ പറയുന്നത്. എന്നാൽ കെട്ടിടം അറ്റകുറ്റപ്പണി നടത്തി പഴയ മാതൃകയിൽ ഒരു ചരിത്ര സ്മാരകമായി നിലനിർത്തണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. മങ്കട ഗവൺമെന്റ് ഹൈസ്കൂളിലെ നൂറ്റാണ്ട് താണ്ടി നിലനിന്ന കെട്ടിടം പൊളിച്ചു മാറ്റി. സർക്കാർ ചെലവിൽ ഓഡിറ്റോറിയം നിർമ്മിക്കാനാണ് കെട്ടിടം പൊളിക്കുന്നത്. 1907 അന്നത്തെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥ മിസിസ് ഹിൽ ശിലാസ്ഥാപനം നടത്തി നിർമ്മിച്ച കെട്ടിടമാണിത്. ശോച്യാവസ്ഥയിലായ കെട്ടിടത്തിൽ ഇപ്പോൾ ക്ലാസുകൾ നടക്കുന്നില്ല. എന്നാൽ കെട്ടിടം അറ്റകുറ്റപ്പണി നടത്തി പഴയ മാതൃകയിൽ ഒരു ചരിത്ര സ്മാരകമായി നിലനിർത്തണമെന്ന് നേരത്തെ ആവശ്യമുണ്ടായിരുന്നു. 3 വർഷം മുൻപ് ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ച് പ്രസ്തുത സ്ഥലത്ത് കെട്ടിടം പൊളിച്ച് ഓഡിറ്റോറിയം നിർമ്മിക്കുന്നതിനുള്ള ശ്രമം നടന്നിരുന്നുവെങ്കിലും എതിർപ്പുകളെ തുടർന്ന് ശ്രമം ഉപേക്ഷിച്ചു. എന്നാൽ ഇപ്പോൾ സർക്കാർ ഫണ്ട് 1.2 കോടി ഉപയോഗിച്ചാണ് PTA നിർമ്മിച്ച നിലവിലുള്ള ഓഡിറ്റോറിയവും ചേർത്ത് വലിയ ഓഡിറ്റോറിയമായി മാറ്റി നിർമ്മിക്കുന്നത്.
ന്യൂസ് ഡെസ്ക് മീഡിയ പ്ലസ്. ഈ മാസം 26-ന് കോഴിക്കോട് കടപ്പുറത്ത് മുസ്ലിം ലീഗ് പലസ്തീൻ ഐക്യദാർഢ്യ റാലി നടത്തുമെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി.കെ. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. മലപ്പുറത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ മാസം 26-ന് കോഴിക്കോട് കടപ്പുറത്ത് മുസ്ലിം ലീഗ് പലസ്തീൻ ഐക്യദാർഢ്യ റാലി നടത്തുമെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി.കെ. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. മലപ്പുറത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 26-ന് വൈകിട്ട് 3 മണിക്ക് നടക്കുന്ന പരിപാടി മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ ശശി തരൂർ MP മുഖ്യാതിഥിയായിരിക്കും. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജില്ലാ ഭാരവാഹികളും പോഷക സംഘടനാ ഭാരവാഹികളും സംസ്ഥാനമൊട്ടാകെയുള്ള മുസ്ലിം ലീഗ് പ്രവർത്തകരും പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി PMA സലാം, മലപ്പുറം ജില്ലാ സെക്രട്ടറി ഹമീദ് മാസ്റ്റർ MLA, ആബിദ് ഹുസൈൻ തങ്ങൾ MLA, അബ്ദുറഹ്മാൻ രണ്ടത്താണി എന്നിവരും സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക് മീഡിയ പ്ലസ്. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. പ്ലാറ്റ്ഫോമിൽ മേൽക്കൂരകൾക്കായുള്ള പ്രവർത്തികൾ ഉൾപ്പെടെയാണ് പുരോഗമിക്കുന്നത്. അടുത്ത ഏപ്രിൽ അവസാന വാരത്തോടെ വൈദ്യുതീകരണം പൂർത്തിയാകുന്നതിന് മുൻപായി സ്റ്റേഷനിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇതിന്റെ ഭാഗമായാണ് നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നത്. അടുത്ത ഏപ്രിൽ അവസാന വാരത്തോടെ വൈദ്യുതീകരണം പൂർത്തിയാക്കുന്നതിനു മുൻപായി സ്റ്റേഷനിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇതിന്റെ ഭാഗമായി ആധുനിക സംവിധാനത്തോടെയുള്ള വിശ്രമമുറിയുടെ പ്രവൃത്തികളും ആരംഭിച്ചു. റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിപ്പെടുന്ന കോൺക്രീറ്റ് റോഡിന്റെ വശങ്ങളിലുള്ള വലിയ ചീനിമരങ്ങൾ, കാലപ്പഴക്കമേറിയ ആൽമരങ്ങൾ എന്നിവയെല്ലാം മുറിച്ചു മാറ്റി സ്ഥലം വിശാലമാക്കുന്ന പ്രവൃത്തികളും നടന്നുവരുന്നു. നിലവിലെ പാളങ്ങൾ മാറ്റി പുതിയത് സ്ഥാപിക്കുന്ന ജോലികളും വൈദ്യുതിക്കാലുകളിൽ ഉപകരണങ്ങൾ പിടിപ്പിക്കുന്ന പ്രവൃത്തികളും നടന്നുവരുന്നു. നിലമ്പൂർ ഷൊർണൂർ റൂട്ടിൽ നടത്തുന്ന വൈദ്യുതീകരണ പ്രവൃത്തികളുടെ ഭാഗമായി നിർമ്മിക്കുന്ന 3 സ്വിച്ചിംഗ് സ്റ്റേഷനുകൾ ഒരെണ്ണം അങ്ങാടിപ്പുറത്താണ്. മറ്റു സ്റ്റേഷനുകളിൽ നിന്നും വിഭിന്നമായി അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിലോടനുബന്ധിച്ച റെയിൽവേക്ക് ഇഷ്ടാനുസരണം സ്ഥലം അധീനതയിലുള്ളതിനാൽ ദീർഘവീക്ഷണത്തോടെ വികസനം പ്രവൃത്തികൾ നടക്കാനാകൂ. ന്യൂസ് ഡെസ്ക് മീഡിയ പ്ലസ്. പലസ്തീൻ ഇസ്രായേൽ നടത്തുന്ന നരനായാട്ട് മനുഷ്യാവകാശ ധ്വംസനവും അന്താരാഷ്ട്ര യുദ്ധവ്യവസ്ഥയുടെ ലംഘനവുമാണെന്ന് മൗലാന അബ്ദുൽ കലാം ആസാദ് റിസർച്ച് ഫൗണ്ടേഷൻ മലപ്പുറത്ത് വെച്ച് നടന്ന ഐക്യദാർഢ്യ സംഗമത്തിൽ അഭിപ്രായപ്പെട്ടു. ഇസ്രായേലിന്റെ ക്രൂരതകൾക്ക് അന്താരാഷ്ട്ര ഇടപെടൽ അടിയന്തരമായി ഉണ്ടാവണമെന്നും അത്താണിയില്ലാത്തവരുടെ അത്താണിയായ മനുഷ്യാവകാശ സംഘടനകൾ രംഗത്തിറങ്ങണമെന്നും മലപ്പുറത്ത് ചേർന്ന പലസ്തീൻ ഐക്യദാർഢ്യ സംഗമം അഭിപ്രായപ്പെട്ടു. പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഇസ്രായേലിന്റെ ക്രൂരതകൾക്ക് അന്താരാഷ്ട്ര ഇടപെടൽ അടിയന്തരമായി ഉണ്ടാവണമെന്നും അത്താണിയില്ലാത്തവരുടെ അത്താണിയായ മനുഷ്യാവകാശ സംഘടനകൾ രംഗത്തിറങ്ങണമെന്നും മലപ്പുറത്ത് ചേർന്ന ഫലസ്തീൻ ഐക്യദാർഢ്യ സംഗമം അഭിപ്രായപ്പെട്ടു. പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ഹാഷിം അൽ ഹദ്ദാദ് തങ്ങൾ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ TV ഇബ്രാഹിം MLA, മുനിസിപ്പൽ ചെയർമാൻ കാടേരി മുജീബ്, PA ജബ്ബാർ ഹാജി, ഡോക്ടർ അബ്ദുറഹ്മാൻ ആദർശേരി, അസീസ് മാസ്റ്റർ, അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ, ഒറിസ മുഹമ്മദ്, മജീദ് മാടമ്പാട്ട്, ഇസ്മായിൽ മാസ്റ്റർ, നാസർ ഖാൻ, സമദ് എന്നിവർ പ്രസംഗിച്ചു. ജനറൽ സെക്രട്ടറി ഡോക്ടർ ഖാസിമുൽ ഖാസിമി സ്വാഗതവും സെക്രട്ടറി അഡ്വക്കേറ്റ് ദാനിഷ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മീഡിയ പ്ലസ്. ചെങ്ങര CFC ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കലാകായിക പ്രതിഭകളെ ആദരിച്ചു. കാവനൂർ ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇബ്രാഹിം മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. ചെങ്ങര CFC ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കലാകായിക പ്രതിഭകളെ ആദരിച്ചു. കാവനൂർ ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇബ്രാഹിം മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. കാവനൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ചന്ദ്രേട്ടൻ, ദിവ്യ രതീഷ്, ജീവകാരുണ്യ പ്രവർത്തകൻ മുഹമ്മദ് അലിക്ക, അഡ്വക്കേറ്റ് സഗീർ PP, കലാരംഗത്തെ ചെങ്ങരയിലെ നിറസാന്നിധ്യം അനുജി എന്നിവർ ആശംസകൾ അറിയിച്ചു. സ്കൂൾ തലങ്ങളിൽ, സബ് ജില്ല, ജില്ലാ, സംസ്ഥാന തലങ്ങളിൽ മെഡൽ നേടിയവരെയും പഞ്ചായത്ത് കേരളോത്സവത്തിൽ CFC ക്ലബിനെ പ്രതിനിധീകരിച്ച മത്സര വിജയികളെയും ക്ലബ് ആദരിച്ചു. ന്യൂസ് ഡെസ്ക് മീഡിയ പ്ലസ്. അപകടാവസ്ഥ മുൻനിർത്തി ഇരുപോത്തിങ്ങൽ പാലം അടച്ചിട്ട് മാസങ്ങൾ പിന്നിടുന്നു. ഇതിനു പിന്നാലെ ആരംഭിച്ച യാത്രാ ദുരിതം പരിഹരിക്കാൻ ഒരുവിധ നടപടിയും സ്വീകരിക്കാത്ത അധികൃതർക്കെതിരെ
പരുത്തിക്കാട് ജനകീയ കൂട്ടായ്മ റോഡ് ഉപരോധിച്ച് പ്രതിഷേധിച്ചു. പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾക്കായി 25 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. എന്നാൽ 2 മാസമായിട്ടും പ്രവൃത്തി തുടങ്ങിയിട്ടില്ല. ദൈനംദിന ആവശ്യങ്ങൾക്ക് കൂട്ടുമൂച്ചിയെയും അത്താണിക്കലിനെയും ആശ്രയിക്കേണ്ട സാധാരണക്കാരായ ജനങ്ങൾ കിലോമീറ്ററുകൾ നടന്നു പോകേണ്ട അവസ്ഥയാണ്. ചുരുങ്ങിയത് 1 മാസം കൊണ്ട് തീർക്കാവുന്ന പണികളെ ഇവിടെയുള്ളൂ എന്ന് നാട്ടുകാർ പറയുന്നു. അടുത്തത് വളരെ കൗതുകമുണർത്തുന്ന ഒരു വാർത്തയിലേക്കാണ് പോകുന്നത്. കഴിവുകൊണ്ട് നമ്മെ വിസ്മയിപ്പിക്കുന്ന മലപ്പുറം ചെങ്ങരയിലെ അമീക്കിനെ കുറിച്ചാണ്. ബൈക്ക് ഉണ്ടാക്കാൻ ആഗ്രഹമുണ്ടായതുകൊണ്ടും സ്വന്തമായി വണ്ടി ഉണ്ടാക്കി അതിൽ യാത്ര പോകണമെന്നുള്ള ആഗ്രഹം കൊണ്ടുമാണ് ചെങ്ങരയിലെ കളരിക്കൽ സാലിയുടെ മകനായ മുഹമ്മദ് അമീഖ് സവിശേഷതകൾ ഏറെയുള്ള ഒരു മിനി ബൈക്ക് ഉണ്ടാക്കിയത്. ആ മിനി ബൈക്ക് GHSS മുതുവല്ലൂരിൽ വെച്ച് നടന്ന ഹൈസ്കൂൾ തല സബ് ജില്ലാ ശാസ്ത്രമേളയിൽ പ്രദർശിപ്പിക്കാനുള്ള ഭാഗ്യം അമീഖിനുണ്ടായി. മാത്രമല്ല, അമീഖിന്റെ സൃഷ്ടി ജില്ലാതല ശാസ്ത്രമേളയിലേക്ക് തിരഞ്ഞെടുക്കുകയും ചെയ്തു. CHMHS പൂക്കളത്തൂരിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മുഹമ്മദ് അമീഖ്. CHMHS പൂക്കളത്തൂരിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മുഹമ്മദ് അമീഖ്. സ്കൂൾ തല ശാസ്ത്രമേളയിൽ സയൻസ് വർക്കിംഗ് മോഡലിന് അമീഖിന് ഫസ്റ്റ് കിട്ടിയിരുന്നു. പെട്രോളിലും ബാറ്ററിയിലും ഓടുന്ന മിനി ബൈക്ക് വെൽഡ് ചെയ്ത് ഫ്രെയിം ഉണ്ടാക്കി എഞ്ചിൻ, പെട്രോൾ ടാങ്ക് എന്നിവ ഘടിപ്പിച്ച് വെൽഡ് ചെയ്യാൻ സഹായിച്ചത് ചരണിയിലുള്ള അഭിലാഷ് ഇൻഡസ്ട്രിയാണ്. ഇലക്ട്രിക് വാഹനത്തിന്റെ ചില വയറിങ്ങിലെയും മെക്കാനിക്കലായും ഉള്ള സംശയങ്ങൾ തീർക്കാൻ വീടിന്റെ അടുത്തുള്ള മെക്കാനിക് ശശി നെല്ലിക്കാട് സഹായിച്ചു. ഇതിന്റെ ഹാൻഡിൽ ഇടത്തെ ഭാഗത്ത് ഇലക്ട്രിക് ആക്സിലേറ്ററും വലത്തെ ഭാഗത്ത് പെട്രോൾ ആക്സിലേറ്ററുമാണ് ഘടിപ്പിച്ചിട്ടുള്ളത്. ഈ ബൈക്ക് പെട്രോളിലും ബാറ്ററിയിലും ഓടും. പിന്നെ 7ാം ക്ലാസ്സിലാണ് പിന്നെ അങ്ങനെ ഒരു വണ്ടി ഉണ്ടാക്കണം എന്നൊരു ആഗ്രഹം വന്നത്. അങ്ങനെ പിന്നെ ഒരു ബാറ്ററിന്റെ ഇതിന്റെ ഒരു സെറ്റ് ഇങ്ങനെ ഓൺലൈനിൽ വാങ്ങി എന്നിട്ട് ഞാൻ ഇലക്ട്രിക് ഒരു ബൈക്ക് ഉണ്ടാക്കി 7ാം ക്ലാസ്സിൽ. ഇതിന്റെ ഹെഡ്ലൈറ്റിന്റെ മുകളിലുള്ള ഇൻഡിക്കേറ്റർ ബാറ്ററി ചാർജ് ഫുള്ളായാൽ കാണിച്ചു തരുന്നത് വരെ പെട്രോളിൽ ഓടിക്കാം. ബാറ്ററി ഫുൾ ഇൻഡിക്കേറ്ററിൽ കാണിച്ചാൽ എൻജിൻ ഓഫ് ചെയ്ത് ബാറ്ററിയിൽ ഓടാവുന്നതാണ്. ബാറ്ററി വീട്ടിൽ നിന്നും സാധാരണ പ്ലഗ് ഉപയോഗിച്ചും റീചാർജ് ചെയ്യാവുന്നതാണ് എന്നതാണ് ഇതിന്റെ മറ്റൊരു സവിശേഷത. ഇതേവരെ ഇത്തരത്തിൽ ഒരു മിനി ബൈക്ക് വിൽപ്പനയ്ക്ക് വന്നിട്ടില്ല. ന്യൂസ് ബ്യൂറോ, മീഡിയ പ്ലസ്. വ്യാജ സ്വർണ്ണ ക്യാപ്സ്യൂളുകളുമായി എത്തിയ യാത്രക്കാരനെ കരിപ്പൂർ വിമാനത്താവളത്തിൽ കസ്റ്റംസ് വിഭാഗം പിടികൂടി. എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ ദോഹയിൽ നിന്ന് കരിപ്പൂരിലെത്തിയ പയ്യോളി മേപ്പയൂർ തട്ടാർപൊയിൽ ഒറ്റക്കണ്ടത്തിൽ നൌഷാദാണ് പിടിയിലായത്. സ്വർണം കടത്തുന്നുണ്ടെന്ന വിവരത്തെ തുടർന്ന് ഇയാളെ തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്യുകയായിരുന്നു. തുടർന്നുള്ള ചോദ്യം ചെയ്യലിൽ അവ വ്യാജ സ്വർണമാണെന്ന് നൌഷാദ് സമ്മതിച്ചു. ദോഹയിൽ നിന്ന് വിമാനം കയറുന്നതിന് മുമ്പ് തന്നെ സ്വർണമടങ്ങുന്ന ക്യാപ്സ്യൂളുകൾ അവിടെ ഒരാൾക്ക് കൈമാറിയെന്നും വ്യാജ ക്യാപ്സ്യൂളുകൾ അയാളിൽ നിന്ന് പകരം വാങ്ങുകയായിരുന്നു എന്നും നൌഷാദ് വ്യക്തമാക്കി. കസ്റ്റംസ് തുടർന്ന് അന്വേഷണം ആരംഭിച്ചു. നൌഷാദാണ് പിടിയിലായത്. സ്വർണം കടത്തുന്നുണ്ടെന്ന വിവരത്തെ തുടർന്ന് ഇയാളെ തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്യുകയായിരുന്നു. തുടർന്നുള്ള ചോദ്യം ചെയ്യലിൽ അവ വ്യാജ സ്വർണമാണെന്ന് നൌഷാദ് സമ്മതിച്ചു. ദോഹയിൽ നിന്ന് വിമാനം കയറുന്നതിന് മുമ്പ് തന്നെ സ്വർണമടങ്ങുന്ന ക്യാപ്സ്യൂളുകൾ അവിടെ ഒരാൾക്ക് കൈമാറിയെന്നും വ്യാജ ക്യാപ്സ്യൂളുകൾ അയാളിൽ നിന്ന് പകരം വാങ്ങുകയായിരുന്നു എന്നും നൌഷാദ് വ്യക്തമാക്കി. കസ്റ്റംസ് തുടർ അന്വേഷണം ആരംഭിച്ചു. അരീക്കോട് സബ് ജില്ലാ സ്കൂൾ വാട്ടർ പോളോ ചാമ്പ്യൻഷിപ്പിൽ സുല്ലമുസലാം ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂൾ ചാമ്പ്യന്മാരായി. അരീക്കോട് AEO മൂസക്കുട്ടി പരിപാടി ഉദ്ഘാടനം ചെയ്തു. അരീക്കോട് പഞ്ചായത്ത് കുളത്തിൽ വെച്ച് നടന്ന അരീക്കോട് സബ് ജില്ലാ സ്കൂൾ വാട്ടർ പോളോ ചാമ്പ്യൻഷിപ്പിൽ GHSS അരീക്കോട് റണ്ണേഴ്സ് കിരീടം സ്വന്തമാക്കി. ഒക്ടോബർ
ഒക്ടോബർ 21 അരീക്കോട് പഞ്ചായത്ത് കുളത്തിൽ വെച്ച് നടന്ന അരീക്കോട് സബ് ജില്ലാ സ്കൂൾ വാട്ടർ പോളോ ചാമ്പ്യൻഷിപ്പ് അരീക്കോട് AEO മൂസക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. ചാമ്പ്യൻഷിപ്പിന്റെ ആവേശകരമായ ഫൈനലിൽ സുല്ലം മുസ്ലിം ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂൾ അരീക്കോട് ചാമ്പ്യന്മാരും GHSS അരീക്കോട് റണ്ണേഴ്സുമായി. മത്സര വിജയികൾക്കുള്ള ട്രോഫികൾ മുൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഗോൾഡ് മെഡലിസ്റ്റും പ്രമുഖ നീന്തൽ താരവുമായ മുഹമ്മദ് അൻഷാദ് സമ്മാനിച്ചു. ചാമ്പ്യൻഷിപ്പിൽ നിന്നും തിരഞ്ഞെടുത്ത താരങ്ങൾ അരീക്കോട് സബ് ജില്ലയെ പ്രതിനിധീകരിച്ച് ഈ മാസം 25-ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്വിമ്മിംഗ് പൂളിൽ വെച്ച് നടക്കുന്ന മലപ്പുറം ജില്ലാ വാട്ടർ പോളോ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കും. മത്സരങ്ങൾക്ക് നസീർ കാഞ്ഞിരാല, ഷാനിൽ, ഹാഷിൻ, സജീർ, നസ്രീൻ, സിബി, വിജയൻ, നസീർ, സഫ്നീത്, ശ്രീലാൽ, ബഷർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് മീഡിയ പ്ലസ്. ഇന്ന് വിജയദശമി. കേരളമൊട്ടാകെ വിദ്യാരംഭം കുറിച്ച് 10,000-കണക്കിന് കുരുന്നുകൾ. വിദ്യാരംഭത്തിന്റെ ഭാഗമായി മലയാളത്തിന്റെ ഭാഷാപിതാവ് തുഞ്ചത്ത് എഴുത്തച്ഛന്റെ മണ്ണായ തിരൂർ തുഞ്ചൻ പറമ്പിൽ ഹരിശ്രീ കുറിക്കാനായി എത്തിയത് 1000-കണക്കിന് കുരുന്നുകളാണ്. പുലർച്ചെ 5 മണിക്ക് വിദ്യാരംഭ ചടങ്ങുകൾ തുടങ്ങി. കൃഷ്ണശീല മണ്ഡപത്തിൽ പാരമ്പര്യ എഴുത്താശാന്മാരും സരസ്വതി മണ്ഡപത്തിൽ സാഹിത്യകാരന്മാരുമാണ് കുട്ടികളെ എഴുത്തിനിരുത്തിയത്. MT വാസുദേവൻ നായർ നേതൃത്വത്തിലാണ് തിരൂരിൽ വിദ്യാരംഭം. മണമ്പൂർ രാജൻ ബാബു, PK ഗോപി, ആലങ്കോട് ലീലാകൃഷ്ണൻ തുടങ്ങി നിരവധി സാഹിത്യകാരന്മാർ കുരുന്നുകളുടെ നാവിൽ ഹരിശ്രീ കുറിച്ചു. കളിച്ചും കരഞ്ഞും കുരുന്നുകൾ ആദ്യാക്ഷരം നുകർന്നപ്പോൾ ആത്മസംതൃപ്തിയിലായിരുന്നു രക്ഷിതാക്കളും. നാവിൽ ഹരിശ്രീ കുറിച്ച് തുഞ്ചൻ പറമ്പിലെ കായ്ക്കാത്ത കാഞ്ഞിര മരത്തിൻ ചുവട്ടിൽ മണലിൽ എഴുതി അറിവിന്റെ മാധുര്യം നുകർന്ന് ജീവിത പാഠങ്ങളിലേക്ക് കടക്കുകയാണ് ഭാവിയുടെ രചയിതാക്കൾ. കുട്ടികളുടെ എഴുത്തിനിരുത്തിന് പുറമെ തുഞ്ചൻ കവികളുടെ വിദ്യാരംഭവും നടന്നു. ജനാധിപത്യത്തിൽ രാഷ്ട്രീയത്തെ ശുദ്ധീകരിക്കലും ശാക്തീകരിക്കലും മുസ്ലിം ലീഗ് പാർട്ടിയുടെ കടമയാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി KM ഷാജി പറഞ്ഞു. നന്മയുടെ രാഷ്ട്രീയം എന്ന പ്രമേയത്തിൽ കീഴ്പറമ്പ് പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി നടത്തുന്ന ക്യാമ്പയിന്റെ ഭാഗമായുള്ള പഞ്ചായത്ത് യൂത്ത് ലീഗ് കുടുംബ സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. PK ബഷീർ MLA സംഗമം ഉദ്ഘാടനം ചെയ്തു. മുകളിൽ സമുദായം എന്ന നിലക്ക് നിങ്ങളെ പ്രൊട്ടക്ഷന് വേണ്ടി നിൽക്കുന്ന ഒരേ ഒരു പാർട്ടി ഇന്ത്യ രാജ്യത്ത്. പുതിയ സാമൂഹ്യ പരിസരത്തിലെ മതസാമൂഹ്യ മേഖലയെ സംസ്കരിച്ചെടുക്കലും ലീഗിന്റെ ഉത്തരവാദിത്തമാണെന്നും വിദ്യാഭ്യാസം നൽകിയാണ് ലീഗ് ഒരു തലമുറയെ സംസ്കരിച്ചെടുത്തത് എന്നും മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി KM ഷാജി പറഞ്ഞു. ധാർമ്മിക യുവത നന്മയുടെ രാഷ്ട്രീയം എന്ന പ്രമേയത്തിൽ കീഴ്പറമ്പ് പഞ്ചായത്തിലെ കുനിയിൽ വെച്ച് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി നടത്തുന്ന ക്യാമ്പയിന്റെ ഭാഗമായുള്ള പഞ്ചായത്ത് യൂത്ത് ലീഗ് കുടുംബ സംഗമത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. പഞ്ചായത്ത് യൂത്ത് ലീഗ് പ്രസിഡന്റ് PP ഷബീർ ബാബു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ PK ബഷീർ MLA സംഗമം ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി KT അഷ്റഫ്, മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി ഗഫൂർ കുറുമാടൻ, വൈസ് പ്രസിഡന്റ് പ്രൊഫസർ KA നാസർ, MSF ദേശീയ സെക്രട്ടറി നജ്വ ഹനീന, മുസ്ലിം ലീഗ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി K നജീബ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VP സഫിയ ഹുസൈൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ റൈഹാനത്ത് കുറുമാടൻ, മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് യൂസുഫ് ആര്യന്തൊടിക, MC ഹാരിസ്, അഷ്റഫ് കൊളപ്പറ്റ, വാഹിദ് എടപ്പറ്റ, കമറുൽ ഇസ്ലാം, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PPA റഹ്മാൻ, ഉമ്മർ P, KM ഷിഹാബ്, നബീൽ MT, നൌഷാദ് CN, മെഹബൂബ് KV, മുഹമ്മദ് വാളപ്ര, സഫീർ P, ഷമീൽ MK, ആയിഷ KT, കമറുനീസ K തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് മീഡിയ പ്ലസ്. കുളത്തിൽ വീണ് അപകടത്തിൽപ്പെട്ട വൈലോങ്ങര സ്വദേശി അപർണയുടെ ജീവൻ രക്ഷപ്പെടുത്തി 9ാം ക്ലാസ് വിദ്യാർത്ഥി അഭിനവ്. ചെരക്കാപ്പറമ്പ് പുത്തൻകുളത്തിൽ കൂട്ടുകാരികളുമായി കുളിക്കാൻ വന്ന് അബദ്ധത്തിൽ കുളത്തിൽ വീണ് അപകടമുണ്ടായപ്പോഴാണ് അഭിനവിന്റെ ഇടപെടൽ. അങ്ങാടിപ്പുറം തരകൻ ഹൈസ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥി എടത്തൊടി അഭിനവ് ആണ് സാഹസികമായി വിദ്യാർത്ഥിയുടെ ജീവൻ രക്ഷിച്ചത്. വലിയ വീട്ടിൽപ്പടി അക്ഷര സംഘം വായനശാല പ്രവർത്തകർ അഭിനവിനെ വീട്ടിലെത്തി അഭിനന്ദിച്ചു. അങ്ങാടിപ്പുറം പഞ്ചായത്ത് ഡ്രൈവർ സുധീഷിന്റെയും പെരിന്തൽമണ്ണ കല്യാൺ ഹൈപ്പർ മാർക്കറ്റ് ജീവനക്കാരി ധന്യയുടെയും മകനാണ് അഭിനവ്. അക്ഷര സംഘം വായനശാലയുടെ ബാലവേദിയുടെ സജീവ പ്രവർത്തകൻ കൂടിയാണ് അഭിനവ്. അങ്ങാടിപ്പുറം തരകൻ ഹൈസ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥി എടത്തൊടി അഭിനവ് ആണ് സാഹസികമായി വിദ്യാർത്ഥിനിയുടെ ജീവൻ രക്ഷിച്ചത്.
വലിയ വീട്ടിൽപ്പടി അക്ഷരസംഘം വായനശാല പ്രവർത്തകർ അഭിനവിനെ വീട്ടിലെത്തി അഭിനന്ദിച്ചു. അങ്ങാടിപ്പുറം പഞ്ചായത്ത് ഡ്രൈവർ സുധീഷിന്റെയും പെരിന്തൽമണ്ണ കല്യാൺ ഹൈപ്പർ മാർക്കറ്റ് ജീവനക്കാരി ധന്യയുടെയും മകനാണ് അഭിനവ്. അക്ഷരസംഘം വായനശാലയുടെ ബാലവേദിയുടെ സജീവ പ്രവർത്തകൻ കൂടിയാണ് അഭിനവ്. ഒക്ടോബർ 7-ന് പുറത്തുവന്ന കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരുടെ അന്തിമ പട്ടികയിൽ പ്രാധാന്യം കിട്ടിയില്ലെന്ന് ആരോപിച്ച് എ ഗ്രൂപ്പ് പ്രതിഷേധവുമായി രംഗത്ത്. പാർട്ടിയിൽ ഗ്രൂപ്പ് വഴക്ക് വീണ്ടും സജീവമായി. നവംബർ ആദ്യവാരം മലപ്പുറത്ത് വിപുലമായി ആര്യാടൻ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ യുദ്ധവിരുദ്ധ ജനസദസ്സ് എന്ന പേരിൽ ശക്തി അറിയിക്കാൻ എ ഗ്രൂപ്പ് ഒരുങ്ങുന്നു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് നിർണയത്തിൽ എ ഗ്രൂപ്പിന് അർഹമായ പ്രാതിനിധ്യം ലഭിക്കാത്ത സാഹചര്യത്തിൽ ആര്യാടൻ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നടത്തുന്ന യുദ്ധവിരുദ്ധ ജനസദസ്സ് എന്ന പേരിൽ ശക്തി അറിയിക്കാൻ എ ഗ്രൂപ്പ് നവംബർ ആദ്യവാരം മലപ്പുറത്ത് വിപുലമായ തരത്തിൽ ജനസദസ്സ് നടത്തി നേതൃത്വത്തെ പ്രതിഷേധമറിയിക്കാനാണ് എ ഗ്രൂപ്പ് ശ്രമം. പരിപാടിയിൽ സംസ്ഥാന ദേശീയ നേതാക്കളെല്ലാം പങ്കെടുക്കുമെന്നാണ് എ ഗ്രൂപ്പിന്റെ അവകാശവാദം. ഒക്ടോബർ 30-നകം പങ്കെടുക്കുന്ന നേതാക്കളുടെ പട്ടിക തയ്യാറാക്കും. ഗ്രൂപ്പിന്റെ ശക്തി സദസ്സിൽ വ്യക്തമാകുമെന്ന് നേതാക്കൾ അവകാശപ്പെട്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിൽ എ ഗ്രൂപ്പ് സമ്മർദ്ദ തന്ത്രം ഫലിക്കുമെന്നാണ് ഗ്രൂപ്പ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. ആര്യാടൻ മുഹമ്മദ് ഫൗണ്ടേഷന്റെ കീഴിലാകും പരിപാടി നടക്കുക. ശനിയാഴ്ച മലപ്പുറത്ത് ചേർന്ന യോഗത്തിൽ ആര്യാടൻ മുഹമ്മദ് ഫൗണ്ടേഷൻ ചെയർമാനായി ബെന്നി ബെഹ്നാൻ MP-യെ തെരഞ്ഞെടുത്തിരുന്നു. നിലവിൽ പ്രാദേശിക മണ്ഡലം തലങ്ങളിൽ എ ഗ്രൂപ്പിന് പ്രാധാന്യം ലഭിക്കാത്തതിൽ വലിയ പ്രതിഷേധം തുടർന്നുവരികയാണ്. നിലവിൽ ബ്ലോക്ക് പ്രസിഡന്റുമാരെയും ജില്ലാ ഭാരവാഹികളെയും കണ്ടെത്താനായി KPCC നിർദ്ദേശപ്രകാരം രൂപവൽക്കരിച്ച പുനഃസംഘടന ഉപസമിതിയിൽ നിന്ന് KPCC ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൗക്കത്തും മുൻ MPC ഹരിദാസും രാജി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മീഡിയ പ്ലസ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തിരൂർ തെക്കൻ കുറ്റൂരിൽ തെരുവ് നായയുടെ ആക്രമണത്തിൽ 3 കുട്ടികൾക്ക് പരിക്ക്. കുട്ടികളെ തിരൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മങ്കട ഗവൺമെന്റ് ഹൈസ്കൂളിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കെട്ടിടം പൊളിച്ചുമാറ്റാൻ നീക്കം. പദ്ധതി സർക്കാർ ചെലവിൽ ഓഡിറ്റോറിയം നിർമ്മിക്കാൻ. കെട്ടിടം സംരക്ഷിക്കണമെന്ന ആവശ്യവുമായി ചരിത്രകാരന്മാർ. കേരള ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൽ ജനകീയ മത്സ്യകൃഷിക്ക് തുടക്കമായി. കർഷകർക്ക് സൗജന്യ കാർപ്പ് മത്സ്യക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്ത് ഫിഷറീസ് വകുപ്പ്. 100ഓളം കേസുകളിൽ പ്രതിയായ അന്തർ സംസ്ഥാന മോഷ്ടാക്കൾ മലപ്പുറം പോലീസിന്റെ പിടിയിലായത് മലപ്പുറം മക്കരപ്പറമ്പ് വറ്റല്ലൂർ സ്വദേശികളായ അബ്ദുൽ ലത്തീഫും അബ്ദുൽ കരീമും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. പ്ലാറ്റ്ഫോമിൽ മേൽക്കൂരകൾക്കായുള്ള പ്രവർത്തികൾ ഉൾപ്പെടെയാണ് പുരോഗമിക്കുന്നത്. ഇന്ന് വിജയദശമി. കേരളത്തിൽ വിദ്യാരംഭം കുറിച്ച് 10,000-കണക്കിന് കുരുന്നുകൾ. ഭാഷാപിതാവിന്റെ മണ്ണിൽ കുരുന്നുകളുടെ ഹരിശ്രീ കുറിച്ചത് സാഹിത്യകാരന്മാരും എഴുത്താശാന്മാരും. പ്രൈം ടൈം ന്യൂസ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. നന്ദി, ശുഭരാത്രി.